Mom, do you know I have much friends at college, but I have few money to treat them. Can I have a few rupees, Mom? എൻ്റെ കുട്ടിയെ നിനക്കിത് എന്താ പറ്റിയേ? ഇതൊക്കെയാ നീ കോളേജിൽ നിന്ന് പഠിച്ചു വരണേ? മച്ച് ഫ്രണ്ട്സോ? ഫ്യൂ മണിയോ? ഹോ, നിന്റെ ഈ ഇംഗ്ലീഷ് കേട്ടാലേ ഞാൻ തരുന്ന പൈസ കൂടെ നിന്റെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടും. നിങ്ങൾ ഞെട്ടിയില്ലേ സത്യത്തിൽ ആ ഇംഗ്ലീഷ് കേട്ടിട്ട്? അല്ലേ, എന്തോ ഒരു വശപ്പശകൊക്കെ ഇല്ലേ, പ്രശ്നങ്ങളില്ലേ? നമ്മൾ അതാണ് കേട്ടോ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ മച്ച് ഫ്രണ്ട്സ് എന്ന് പറയില്ല, അല്ലെങ്കിൽ ഫ്യൂ മണി എന്ന് പറയില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? മനി, മച്ച്, ഫ്യൂ, ലിറ്റിൽ. ഇത് നമ്മൾ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ്, ടോപ്പിക്കാണ്. സംഭവം സിമ്പിളാണ്, ഒന്ന് മനസ്സിരുത്തിയാൽ നമുക്ക് കാര്യം പിടികിട്ടും. ഇതിനായിട്ട് ഒരൊറ്റ റൂൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? 1 2 3 4. അല്ലെ, ഒരാള് ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റും അല്ലേ? 1 2 3 4 എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അൺകൗണ്ടബിൾ ആണെങ്കിലോ നമുക്ക് എണ്ണാൻ പറ്റില്ല. ഓക്കെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വെള്ളം, ഓയില്, അതുപോലെ പഞ്ചസാര, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എണ്ണാൻ പറ്റില്ല. സമയം എണ്ണാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ക്വാണ്ടിറ്റി ഒരുപാടാണെങ്കിലാണ് നമ്മൾ മച്ചും മെനിയും യൂസ് ചെയ്യുക. ക്വാണ്ടിറ്റി കുറവാകുമ്പോഴാണ് നമ്മൾ ഫ്യൂവും ലിറ്റിലും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരുപാടാകുമ്പോഴാണ് മച്ചും മെനിയും വരിക കേട്ടോ. അതിൽ മെനി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ കൗണ്ടബിളുടെ കൂടെയാണ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിന് കൂടെയാണ് മെനി വരിക. ആൻഡ് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ കൂടെ ആര് വരും? മച്ച് വരും. ഓക്കെ, there are many cars on the road. There are many cars on the road. റോഡിൽ ഒരുപാട് കാറുകളുണ്ട്. നമ്മൾ എന്താ യൂസ് ചെയ്തേക്കണേ? There are many cars അല്ലെ? many cars. എന്തുകൊണ്ടാ many cars എന്ന് പറഞ്ഞത്? ബിക്കോസ് നമുക്ക് കാർ എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? many car, ഒരുപാട് കാറുകളുണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഒരുപാട് സമയമില്ല കേട്ടോ, ഒരുപാട് സമയമില്ല. ഓക്കെ, സമയം എന്ന് പറയുന്നത് ഇറ്റ്സ് അൺകൗണ്ടബിൾ. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? ഐ ഡോണ്ട് ഹാവ് മെനി ടൈം ആണോ മച്ച് ടൈം ആണോ? വെരി ഗുഡ്, മച്ച് ടൈം ആണ് അല്ലേ? ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. എന്തുകൊണ്ടാ മച്ച് എവിടെ വന്നേ? നമുക്ക് സമയം എന്ത് ചെയ്യാൻ പറ്റില്ല? കൗണ്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? എനിക്ക് ഒരുപാട് സമയമില്ല, അവിടെ ഒരുപാട് എന്ന് വന്നു. അതുകൊണ്ടാണ് നമ്മൾ ലിറ്റിലോ ഫ്യൂലോ അതിലൊന്നും പോവാതെ നമ്മൾ എങ്ങോട്ട് വന്നത്? മച്ചിലേക്ക് വന്നത് കേട്ടോ. നിനക്ക് എത്ര ആപ്പിളുകൾ വേണം? നിനക്ക് എത്ര ആപ്പിളുകൾ വേണം? ഓക്കെ, ഹൗ ഡാഷ് ആപ്പിൾസ് ഡു യു വാണ്ട്? ഹൗ ഡാഷ് ആപ്പിൾസ് ഡു യു വാണ്ട്? ഏതാ വരിക? നിങ്ങൾ തന്നെ പറഞ്ഞേ. ആപ്പിൾ കൗണ്ടബിൾ ആണ്, അതുകൊണ്ട് ഹൗ മെനി. വെരി ഗുഡ്, വെരി ഗുഡ്. ഹൗ മെനി ആപ്പിൾസ് ഡു യു വാണ്ട്? ഹൗ മെനി ആപ്പിൾസ് ഡു യു വാണ്ട്? കറക്റ്റ് ആണ് കേട്ടോ. നിനക്ക് എത്ര ആപ്പിളുകൾ വേണം? ഹൗ മെനി ആപ്പിൾസ് ഡു യു വാണ്ട്? പക്ഷെ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എണ്ണം നോക്കിയിട്ടാണോ ആപ്പിളൊക്കെ വാങ്ങിക്കാറ്? അല്ലേ, അല്ലല്ലോ. നമ്മൾ വാങ്ങിക്കുക എങ്ങനെയാ? അതിന്റെ അളവ് നോക്കിയിട്ടാണ്. 1 കിലോ 2 കിലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ 1 കിലോ 2 കിലോ എന്നൊക്കെ പറയുന്നത് അളവുകളാണ് അല്ലേ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് എത്രയാണ് എണ്ണം എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ അളവ് പറയുന്നത് എങ്ങനെയാ? 1 കിലോ 2 കിലോ 3 കിലോ അങ്ങനെ പോവും. അപ്പോ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ്? അങ്ങനത്തെ സാഹചര്യം വരുമ്പോ, നമ്മൾ എണ്ണി പറയാത്തൊരു സാഹചര്യം വരുമ്പോ നമ്മൾ മച്ച് യൂസ് ചെയ്യണം. ഇപ്പൊ എനിക്ക് 1 കിലോ ആപ്പിൾ വേണ്ടെങ്കിൽ നമുക്ക് അവർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര ആപ്പിൾ വേണം. അത് എണ്ണത്തിലല്ല അവർ ചോദിക്കുന്നത്, അവർ നമ്മളടുത്ത് ചോദിക്കുക എത്ര കിലോ ആണ് വേണ്ടത് എന്നുള്ളൊരു അർത്ഥത്തിലാണ്. സോ എങ്ങനെയായിരിക്കും? ഹൗ മച്ച് ആപ്പിൾ ഡു യു വാണ്ട് എന്നാവും. ഹൗ മച്ച് ആപ്പിൾ ഡു യു വാണ്ട്? രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ? ഹൗ മെനി ആപ്പിളും ഹൗ മച്ച് ആപ്പിളും, ഇത് രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലായല്ലോ? മച്ച് നമ്മൾ യൂസ് ചെയ്യുക എപ്പോഴാണ്? നമുക്ക് കൃത്യമായ ഒരു കണക്കല്ല, അതിന്റെ ഒരു മെഷർമെന്റ് അല്ലെ, അതിന്റെ ഒരു അളവിന്റെ ഒരു തൂക്കത്തിന്റെ ഒരു കണക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? മച്ച് യൂസ് ചെയ്യുക. ഹൗ മെനി കിലോസ് ഓഫ് ആപ്പിൾ ഡു യു വാണ്ട്? ഇത് ശരിയോ തെറ്റോ? ഹൗ മെനി കിലോസ് ഓഫ് ആപ്പിൾ ഡു യു വാണ്ട്? ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് ആപ്പിൾ ഡു യു വാണ്ട്? ഇത് ശരിയല്ലേ? കാരണം എന്താ? കിലോയുടെ കണക്കാ ചോദിക്കണേ. എത്ര കിലോ ആണ് വേണ്ടത്? കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ലേ? 1 കിലോ 2 കിലോ എന്ന് വൃത്തിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് പറയാൻ പറ്റും. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മെനു യൂസ് ചെയ്യാം. കൺഫ്യൂഷൻ വരരുത് കേട്ടോ. അതായത് നമ്മൾ കൃത്യമായിട്ട് കറക്റ്റ് ഒരു നമ്പറിൽ കാര്യം പറയുമ്പോൾ നമുക്ക് മെനു യൂസ് ചെയ്യാം. ഇപ്പൊ എത്ര കിലോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളുടെ മറുപടി എന്തായിരിക്കും? ഒന്നെങ്കിൽ 1 കിലോ 2 കിലോ അല്ലെ? 1 കിലോ 2 കിലോ എന്ന് പറയുമ്പോൾ 1 2 3 കൗണ്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ആ ഒരു സിറ്റുവേഷനിൽ ഹൗ മെനി കിലോസ് ഓഫ് ആപ്പിൾ ഡു യു വാണ്ട് എന്ന് ചോദിക്കാം. മനസ്സിലായല്ലോ? 1 കിലോ ആപ്പിളിന് എത്ര രൂപയാണെന്ന് എങ്ങനെയാ ചോദിക്കുക? ഹൗ മച്ച് ആണോ ഹൗ മെനി ആണോ വരിക? ഹൗ മച്ച് ഫോർ 1 kg ഓഫ് ആപ്പിൾസ് എന്നാണോ? ഹൗ മെനി ഫോർ 1 kg ഓഫ് ആപ്പിൾസ് എന്നാണോ വരിക? ഏതാ നിങ്ങൾക്ക് തോന്നണേ? മണി ആണല്ലേ? അപ്പം ഹൗ മച്ചാ വരിക? ഹൗ മച്ച് ഫോർ 1 kg ഓഫ് ആപ്പിൾസ്? ഹൗ മച്ച് ഫോർ 1 kg ഓഫ് ആപ്പിൾസ്? മനസ്സിലായി? ഇപ്പൊ വന്ന സംശയം എന്താന്ന് ഞാൻ പറയട്ടെ. മണി എന്ന് പറയുന്നത് എങ്ങനെയാ അൺകൗണ്ടബിൾ ആവുക?
പൈസ നമുക്ക് എണ്ണാൻ പറ്റുന്നതല്ലേ, പണം എണ്ണാൻ പറ്റുന്നതല്ലേ, പിന്നെ എങ്ങനെയാ അത് അൺകൗണ്ടബിൾ കാറ്റഗറിയിൽ വരിക? അതുകൊണ്ടല്ലേ നമ്മൾ മച്ച് യൂസ് ചെയ്തേ. അപ്പൊ എങ്ങനെയാ അതിന് മച്ച് ആപ്റ്റ് ആവുക, റെഡി ആവുക എന്നായിരിക്കും ഇപ്പൊ ചിന്തിക്കുന്നത്. ആക്ച്വലി മണി എന്ന് പറയുന്നത് നമുക്കിപ്പം നമ്മൾ പറയാറുണ്ട്, ആരുടെങ്കിലും എന്റെ കയ്യിൽ 3 പണമുണ്ട്, 3 മണീസ് ഉണ്ട് എന്ന് പറയാറുണ്ടോ? മണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പൊതുവായതാണ്. പോയിട്ട് കടയിലെ ചേട്ടന് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടോ, ചേട്ടാ അതാ പിടിച്ചോ ചേട്ടാ 10 മണീസ് 10 പണം എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ലല്ലോ. മണി എന്ന വാക്കിനെ നമുക്ക് നേരിട്ട് എണ്ണാൻ പറ്റില്ല. 1 മണി, 2 മണി, 3 മണി എന്ന് എണ്ണാൻ പറ്റില്ല. അത് പൊതുവായ ഒരു കൺസെപ്റ്റ് ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ അതിന് മച്ച് എന്ന് പറയുന്നത് കേട്ടോ. അതിനെ നമ്മൾ അൺകൗണ്ടബിൾ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോ എന്റെ കയ്യിൽ ഒരുപാട് പണമില്ല എന്നെങ്ങനെ പറയും? എന്റെ കയ്യിൽ ഒരുപാട് പണമില്ല. ഐ ഡോണ്ട് ഹാവ് മെനി മണി ആണോ മച്ച് മണി ആണോ? യെസ്, വെരി ഗുഡ്. ഐ ഡോണ്ട് ഹാവ് മച്ച് മണി അങ്ങനെ പറയണ്ടേ കേട്ടോ. ഐ ഡോണ്ട് ഹാവ് മച്ച് മണി, ഐ ഡോണ്ട് ഹാവ് മച്ച് മണി. നിനക്ക് എത്ര പണം വേണം? നിനക്ക് എത്ര പണം വേണം എങ്ങനെ ചോദിക്കും? ഹൗ മച്ച് മണി ഡു യു നീഡ്? ഹൗ മച്ച് മണി ഡു യു നീഡ്? എന്നിട്ട് ഇപ്പൊ പറഞ്ഞേ, ഹൗ മച്ച് മണി ഡു യു നീഡ്. മനസ്സിലായല്ലോ? മണി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മച്ച് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് മെനി യൂസ് ചെയ്യാത്തതെന്ന്. ഇനിയിപ്പോൾ അത് റുപ്പീസ്, കോയിൻസ് എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് മെനി യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് എണ്ണാൻ പറ്റും അല്ലേ. 10 രൂപ അല്ലെങ്കിൽ 10 കോയിൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എണ്ണാൻ പറ്റും. പക്ഷെ നമ്മൾ ആരും ഐ ഹാവ് മെനി റുപ്പീസ് ഇൻ മൈ പോക്കറ്റ് എന്നൊന്നും പറയാറില്ല അല്ലേ. നമ്മൾ ഗ്രാമാറ്റിക്കലി അത് കറക്റ്റ് ആണെങ്കിലും നമ്മൾ സംസാര ഭാഷയിൽ ഐ ഹാവ് മെനി റുപ്പീസ് എന്നൊന്നും പറയാറില്ല അല്ലേ. നമ്മൾ എപ്പോഴും മച്ച് മണി എന്ന് തന്നെയാണ് യൂസ് ചെയ്യാറ്. നമ്മൾ സംസാര ഭാഷയിൽ എപ്പോഴും പറയാ ഐ ഹാവ് ലോട്ട് ഓഫ് മണി ഇൻ മൈ പോക്കറ്റ്, ഐ ഹാവ് ലോട്ട് ഓഫ് മണി ഇൻ മൈ പോക്കറ്റ് എന്ന് പറയാറുണ്ട് അല്ലേ. ഇവിടെ മുന്നിൽ ഞാൻ മച്ച് ചേർത്തതും റുപ്പീസിന്റെ മുന്നിൽ ഞാൻ മെനി ചേർത്തതൊക്കെ അതിന്റെ ഒരു അൺകൗണ്ടബിളും കൗണ്ടബിൾ ആണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അധികം ലോട്ട് ഓഫ് എന്നൊക്കെയാണ് യൂസ് ചെയ്യാറ്. ലോട്ട് ഓഫ് മണി അല്ലേ, ഒരുപാട് പൈസ ഉണ്ടെന്നാണെങ്കിൽ ലോട്ട് ഓഫ് മണി എന്നേ നമ്മൾ പറയാറുള്ളൂ. പണം റിലേറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യമൊക്കെ വരുന്നെങ്കിൽ നമ്മൾ ഹൗ മച്ച്, ആ മച്ച് നമ്മൾ തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യും, ചേർക്കും കേട്ടോ. ഇത് തീർക്കാൻ കുറെ സമയം എടുത്തോ? ഇത് തീർക്കാൻ ഒരുപാട് സമയം എടുത്തോ അല്ലേ? എടുത്തോന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യമാണ്, ചോദ്യമാണ്. ഡിഡിൽ സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെ ചോദിക്കാം? ഡിഡ് ഇറ്റ് ടേക്ക് മച്ച് ആണോ മെനി ആണോ? മച്ച് ടൈം ആണോ മെനി ടൈം ആണോ? മച്ച് ടൈം അല്ലേ. ഡിഡ് ഇറ്റ് ടേക്ക് മച്ച് ടൈം ടു ഫിനിഷ്? ഡിഡ് ഇറ്റ് ടേക്ക് മച്ച് ടൈം ടു ഫിനിഷ്? ഇത് തീർക്കാൻ കുറേ സമയം എടുത്തോ, ഒരുപാട് സമയം എടുത്തോ? സമയത്തിന്റെ മുമ്പിൽ എപ്പോഴും ആരാ വരിക? മച്ചാണ് വരിക. കാരണം സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതെ, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനി നോക്കിയ ഒരു വേർഡ് എടുക്കാം നമുക്ക്, ക്ഷമ, പേഷ്യൻസ്. ക്ഷമ അല്ലേ, അത് അളക്കാൻ പറ്റുന്നതാണോ പറ്റാത്തതാണോ? എന്താ നിങ്ങൾക്ക് തോന്നണേ? ഉറപ്പായിട്ടും അളക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ എനിക്ക് അത്ര ക്ഷമയില്ല നമ്മൾ പറയാറുണ്ട് അല്ലെ. ഐ ഡോണ്ട് ഹാവ് മച്ച് പേഷ്യൻസ്, ഐ ഡോണ്ട് ഹാവ് മച്ച് പേഷ്യൻസ്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞേ, ഐ ഡോണ്ട് ഹാവ് മച്ച് പേഷ്യൻസ്, മച്ച് പേഷ്യൻസ്. എനിക്ക് ഡൽഹിയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എങ്ങനെ പറയാ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ്. ഐ ഹാവ് മെനി ഫ്രണ്ട്സ് ഇൻ ഡൽഹി, ഐ ഹാവ് മെനി ഫ്രണ്ട്സ് ഇൻ ഡൽഹി. ഓക്കെ, ഐ ഹാവ് മെനി ഫ്രണ്ട്സ് ഇൻ ഡൽഹി, മെനി ഫ്രണ്ട്സ് ഇൻ ഡൽഹി. അപ്പൊ നമുക്ക് എന്താ അങ്ങനെ വരാൻ കാരണം? ഫ്രണ്ട്സ് കൗണ്ടബിൾ ആണ് അല്ലേ. കാണുന്ന ഗാർഡനിൽ ഒരുപാട് മരങ്ങളുണ്ട്, ഗാർഡനിൽ ഒരുപാട് മരങ്ങളുണ്ട്. എങ്ങനെയാ പറയാ നമ്മള്? there are many അല്ലേ. യെസ്, there are many trees in the garden, there are many trees in the garden. എന്തുകൊണ്ടാ? യെസ്, ട്രീസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ, മരങ്ങൾ കൗണ്ട് ചെയ്യാൻ പറ്റും. there are many trees in the garden. അവൻ ഒരുപാട് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്, അവൻ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. he has won many prizes. Very good. He has won many prizes. He has won many prizes. നിനക്ക് എത്ര ഭാഷകൾ സംസാരിക്കാൻ അറിയാം, അല്ലെങ്കിൽ നിനക്ക് എത്ര ഭാഷകൾ സംസാരിക്കാൻ കഴിയും? എങ്ങനെ ചോദിക്കുക? ഹൗ മെനി ലാംഗ്വേജസ് ആണോ ഹൗ മച്ച് ലാംഗ്വേജസ് ആണോ? ഹൗ മെനി ലാംഗ്വേജസ്. ലാംഗ്വേജസ് കൃത്യമായിട്ട് എണ്ണാൻ പറ്റില്ലേ അല്ലേ. എത്രയാണ്, എത്ര ലാംഗ്വേജസ് എന്നാ ചോദിക്കണേ. അപ്പോ ഹൗ മെനി ലാംഗ്വേജസ് ക്യാൻ യു സ്പീക്ക്? ഹൗ മെനി ലാംഗ്വേജസ് ക്യാൻ യു സ്പീക്ക്? എന്നിട്ട് ഇപ്പൊ പറഞ്ഞേ, ഹൗ മെനി ലാംഗ്വേജസ് ക്യാൻ യു സ്പീക്ക്? നീ ഒരുപാട് ഫോട്ടോസ് എടുത്തോ? നീ ഒരുപാട് ഫോട്ടോസ് എടുത്തോ? ഫോട്ടോസ് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? കൗണ്ടബിൾ. അപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞ എങ്ങനെയാ നമുക്ക് ചോദിക്കാൻ പറ്റും? ഒരുപാട് ഫോട്ടോസ് എടുത്തോ അല്ലെ. ഡിഡിൽ തുടങ്ങണം. യെസ്, ഡിഡ് യു ടേക്ക് മെനി ഫോട്ടോസ്? വെരി ഗുഡ്. ഡിഡ് യു ടേക്ക് മെനി ഫോട്ടോസ്? ഡിഡ് യു ടേക്ക് മെനി ഫോട്ടോസ്? ഓക്കെ. ഇനി അടുത്ത പ്രധാനപ്പെട്ട 2 ആളുകളാണ് ഫ്യൂ, ലിറ്റിൽ. സെയിം റൂൾ ഓർത്താൽ മതി. ഫ്യൂ എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ ആണ്, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ ആണ്. പക്ഷെ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, മിനിയും മച്ചും നോക്കുന്ന സമയത്ത് ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ഉണ്ടാകുമ്പോഴാണ് മിനിയും മച്ചും യൂസ് ചെയ്യുക. ഇനി അളവ് കുറവാണെങ്കിലാണ് നമ്മൾ ഈ ഫ്യൂവും ലിറ്റിലും യൂസ് ചെയ്യുക കേട്ടോ. അതേ ഉള്ളൂ ആകെ ഒരു വ്യത്യാസം. നമ്മുടെ ഫ്യൂ എന്ന് പറയുന്നത് മെനി പോലെയാണ്, കൗണ്ടബിളിന്റെ കൂടെ യൂസ് ചെയ്യുക, പക്ഷെ അളവ് കുറവായിരിക്കും, എണ്ണം കുറവായിരിക്കും. ഇനിയിപ്പം ലിറ്റിൽ ആണെങ്കിൽ നമ്മുടെ മച്ച് പോലെയാണ്, അതായത്
എന്താണ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാര്യം നോക്കുമ്പോൾ എന്തായിരിക്കും, മച്ച് പോലെ ഒരുപാട് ഉണ്ടാവില്ല, കുറവായിരിക്കും. അതിനാണ് നമ്മൾ ലിറ്റിൽ യൂസ് ചെയ്യുക. ലിറ്റിൽ. ഈ ഫ്യൂ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നിനും തികയില്ല, ഓൾമോസ്റ്റ് നോ ആണ്. അതായത് കാര്യമായിട്ട് ഇല്ല. ഓക്കെ, ഒന്നിനും തികയില്ല, അതായത് ഇല്ല. ഇനി എ ഫ്യൂ, അതിന്റെ കൂടെ ഒരു എ ചേർക്കുകയാണെങ്കിൽ എ ഫ്യൂ അല്ലെങ്കിൽ എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറേ ഒന്നും ഇല്ലെങ്കിലും ആവശ്യത്തിനുണ്ട് എന്നർത്ഥം വരും. മനസ്സിലായല്ലോ? ഒരു എ വന്നതോടുകൂടി എന്തായി, അതിന്റെ അർത്ഥം കംപ്ലീറ്റ് മാറി. ഫ്യൂ വെറും ഫ്യൂ അല്ലെങ്കിൽ ലിറ്റിൽ എന്നാണെങ്കിൽ ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. കേട്ടോ? അപ്പോൾ എന്താ പറയാ, ഇല്ല അത് തന്നെ. പക്ഷെ എ ഫ്യൂ അല്ലെങ്കിൽ എ ലിറ്റിൽ ആണെങ്കിൽ അത്യാവശ്യത്തിനുണ്ട്. ഞാൻ സാഹചര്യം പറഞ്ഞുതരാം. അതായത് എൻ്റെ കയ്യിൽ പൈസയേ ഇല്ല, അതായത് ഒരു ചായ കുടിക്കാൻ പോലും തികയില്ല, ഒരു ചായക്ക് പോലും ഇല്ല. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ലിറ്റിൽ യൂസ് ചെയ്യുക. ലിറ്റിൽ. അതേ സ്ഥാനത്ത് ഉണ്ട്, ചായക്കുള്ളതുണ്ട്, വെറും ഒരു ചായയും വേണമെങ്കിൽ ഒരു പരിപ്പ് വടയാവാം. ഓക്കെ, ആവശ്യത്തിനുള്ളത് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് എ ലിറ്റിൽ ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? നമ്മുടെ ആവശ്യത്തിന് തികയില്ല, അതിനാണ് നമ്മൾ ലിറ്റിൽ എന്ന് പറയാ. അതായത് കയ്യിലുണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷെ അത് നമ്മുടെ ആവശ്യത്തിന് തികയില്ല, ചിലപ്പോൾ ഒട്ടും ഉണ്ടാവില്ല. അതിനാണ് ലിറ്റിൽ എന്ന് പറയാ. അതേ സ്ഥാനത്ത് നമ്മുടെ ആവശ്യത്തിന് തികയും, ആവശ്യത്തിനുള്ളതുണ്ട് എന്ന് പറയാനാണ് എ ലിറ്റിൽ യൂസ് ചെയ്യുക. സെയിം ആണ് നമ്മുടെ ഫ്യൂ വരുമ്പോഴും. ഇപ്പൊ ക്ലാസ്സിൽ ആരും ജയിച്ചിട്ടില്ല എന്ന് തന്നെ വേണേ പറയാം. മര്യാദയ്ക്ക് ആരും ജയിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ, ഫ്യൂ സ്റ്റുഡൻസ് പാസ് ദി എക്സാം. ഫ്യൂ സ്റ്റുഡൻസ് പാസ്ഡ് ദി എക്സാം. ഫ്യൂ സ്റ്റുഡൻസ് പാസ് ദി എക്സാം. അതിനർത്ഥം ഒരു നോ തന്നെയാണ്. ഒരു എ ഇട്ടോക്കിയേ, എ ഫ്യൂ സ്റ്റുഡൻസ് പാസ് ദി എക്സാം. എ ഫ്യൂ സ്റ്റുഡൻസ് പാസ്ഡ് ദി എക്സാം. അതായത് കുറച്ച് കുട്ടികൾ ജയിച്ചിട്ടുണ്ട്, ഒരു ആശ്വാസത്തിനുള്ളതുണ്ട്. ഓക്കെ, അപ്പോഴാണ് നമ്മൾ എ ചേർക്കുക. അതായത് കുറച്ച് ബെറ്റർ ആണ്. ഓക്കെ, ആവശ്യത്തിന് കുറച്ച് പിള്ളേർ ജയിച്ചിട്ടുണ്ട്. അതാണ് എ ഫ്യൂ സ്റ്റുഡൻസ് പാസ്ഡ് ദി എക്സാം. മനസ്സിലായല്ലോ ഫ്യൂവും എ ഫ്യൂവും തമ്മിലുള്ള ഒരു വ്യത്യാസം? There are few mangoes on the tree this year. There are few mangoes on the tree this year. അതായത് ഈ വർഷം മാവില് അര കുറഞ്ഞ മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ പറയുന്നത് ശരിക്കും എന്താ, മാങ്ങ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ നമ്മൾ അവിടെ കാണിക്കുന്ന എന്താ, നമ്മളതിൽ ഹാപ്പി അല്ല, വളരെ ഒരു താഴ്ന്ന ഒരു അവസ്ഥയായിരുന്നു ഈ വട്ടം, മാങ്ങയൊന്നും ഇല്ലായിരുന്നു എന്ന് നമ്മൾ പറയാറില്ല. മാങ്ങ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ 1-2 മാങ്ങയൊക്കെ കാണും, പക്ഷെ നമ്മൾ പറയാം എങ്ങനെയാ അത് നെഗറ്റീവായിട്ട്, അതായത് ഇല്ലായിരുന്നു, നമുക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ല എന്നുള്ള ഒരു അർത്ഥം വരില്ലേ. അതിനാണ് നമ്മൾ ഫ്യൂ യൂസ് ചെയ്യുക. കേട്ടോ? ഫ്യൂ ആയാലും ലിറ്റിൽ ആയാലും മാങ്ങ എണ്ണാൻ പറ്റുന്നതായതുകൊണ്ടാണ് നമ്മൾ അവിടെ ഫ്യൂ യൂസ് ചെയ്തത്. I have a few friends in this city, so I am happy. I have a few friends. I have a few friends in this city, so I am happy. ഒരുപാടൊന്നുമില്ലെങ്കിലും എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. മനസ്സിലായല്ലോ? എ ഫ്യൂ വന്നപ്പോൾ കുറച്ച് ബെറ്റർ ആണ്, അതാ കാണിക്കുന്നത്. ഓക്കെ, വി നീഡ് എ ഫ്യൂ ഡേയ്സ് ടു ഫിനിഷ് ദിസ് പ്രോജക്ട്. വി നീഡ് എ ഫ്യൂ ഡേയ്സ് ടു ഫിനിഷ് ദിസ് പ്രോജക്ട്. ഈ പ്രോജക്റ്റ് ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ കുറച്ച് ദിവസം വേണം, കുറച്ച് ദിവസം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾ. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യം ചോദിച്ചോട്ടെ? എങ്ങനെ പറയാ? Can I ask you a few questions? Can I ask you a few questions? Can I ask you a few questions? A few questions. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? ചില കാര്യങ്ങളിൽ നമ്മൾ സംസാര ഭാഷയിൽ ഇങ്ങനെ എ ഫ്യൂ എന്നൊന്നും പറയാറില്ല. ഇപ്പൊ ഞാൻ കുറച്ച് പുസ്തകം വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അധികവും ഐ ബോട്ട് എ ഫ്യൂ ബുക്സ് എന്ന് അധികം പറയാറില്ല. നമ്മൾ എപ്പോഴും പറയാ ഐ ബോട്ട് സം ബുക്സ് എന്നാണ്. ഐ ബോട്ട് സം ബുക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമ്മിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൗണ്ടബിളിന്റെ കൂടെയും ചേർക്കും, അൺകൗണ്ടബിളിന്റെ കൂടെയും ചേർക്കും. ഐ വോണ്ട് സം വാട്ടർ. കണ്ടോ? വാട്ടർ അൺകൗണ്ടബിൾ ആണ്, നമ്മൾ സം ചേർത്തു. ഇനി കുറച്ച് ബുക്സ് വാങ്ങി, ബുക്സ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? സം ചേർത്തു. ഐ വോണ്ട് സം ബുക്സ്. ഓക്കെ, ഓരോ എക്സാമ്പിളിന്റെ കൂടെയും ഞാൻ ഫ്യൂവും ലിറ്റിലൊക്കെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു യൂസേജ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ പറയുന്നതായിരിക്കില്ല ഉപയോഗിക്കുക. എ ഫ്യൂ എന്നൊന്നും ആയിരിക്കില്ല, നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പം സം ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. There is a little milk in the fridge enough for a cup of tea. There is a little milk in the fridge enough for a cup of tea. ഒരു ചായക്കുള്ള പാലൊക്കെ ഫ്രിഡ്ജിലുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടില്ലേ, നമ്മൾ എ ലിറ്റിൽ മിൽക്ക് എന്ന് പറഞ്ഞു. ഇനി ഒരു ചായക്കുള്ള പാല് പോലും നമ്മുടെ ഫ്രിഡ്ജിൽ ഇല്ല എന്നാണെങ്കിൽ നമ്മൾ ഒരിക്കലും there is little milk in the fridge എന്ന് പറയാറില്ല. there is little milk ആക്ച്വലി ഗ്രാമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആണ്, പക്ഷെ നമ്മൾ സംസാര ഭാഷയിൽ അങ്ങനെ പറയാറില്ല. നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷൻ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനം തീരാറായി എന്നാണെങ്കിൽ നമ്മൾ പറയാ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് എന്നാ പറയാ. റണ്ണിങ് ഔട്ട് ഓഫ് മിൽക്ക്. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് മിൽക്ക്. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് മിൽക്ക്. ഇനിയിപ്പോ പഞ്ചസാര തീരാറായി എന്നാണെങ്കിലോ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ഷുഗർ. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ഷുഗർ. മനസ്സിലായില്ലേ? എനിക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് പറയണേ. അപ്പം എങ്ങനെയാ പറയാ? ഐ ഹാവ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. ഐ ഹാവ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. ഓക്കെ, ഐ ഹാവ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. ഇനി നിങ്ങൾ തന്നെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് സെന്റൻസ് ഒക്കെ ഉണ്ടാക്കിയേ.